ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് OnePlus 11R എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ റിപ്ലേസ്മെൻറ്റിന് വന്നേക്കുന്നതാണ്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ റിപ്ലേസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഹീറ്റ് ചെയ്ത് നമുക്ക് ബാക്ക് ഗ്ലാസ് ഊരി കൊടുക്കാം. ബാക്ക് ഗ്ലാസ് ഊരി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലത്തെ അടിയിലത്തെ എല്ലാ സ്ക്രൂവും അങ്ങ് നമുക്ക് ചറഫറ അയച്ചെടുക്കാം. സ്ക്രൂ അയച്ചതിന് ശേഷം മുകളിലത്തെ ബാക്ക് പാനൽ ഇതേപോലെ ഊരി എടുത്തതിന് ശേഷം അത് മാറ്റി വെക്കുക. ഇതാണ് ബാറ്ററീൻ്റെ കണക്ഷൻ ഫസ്റ്റ് തന്നെ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കി പരിപാടിയിലേക്ക് കിടക്കുന്നത്. ബോട്ടം അടിയിലുള്ള പാനലിൻ്റെ ഇതും ഊരി മാറ്റിയതിന് ശേഷം ഇതാണ് ഡിസ്പ്ലേൻ്റെ കണക്ഷൻ. അത് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഹീറ്റ് ചെയ്ത് നമുക്ക് ഇതാക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേ റിമൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു വാട്ടർ സീലിന് വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റബ്ബറിൻ്റെ പീസ് ഇരിപ്പുണ്ട്. അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നൈസായിട്ട് ഡിസ്പ്ലേ ഇങ്ങനെ ഊരി കയ്യിലെടുക്കാൻ പറ്റും. എന്നിട്ട് പഴയ ഡിസ്പ്ലേ നമുക്ക് മാറ്റി വെക്കാം. ഇനി ആവശ്യമില്ലാതെ വേസ്റ്റ് കളയാം. എന്നിട്ട് ബോഡിയുമുള്ള പഴയ ഗ്ലൂ എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. എല്ലാം ഇതേപോലെ പക്കയായിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം പുതിയ ഡിസ്പ്ലേ നമുക്ക് എടുക്കാം. സർവീസ് പാക്കാണ് വന്നേക്കണം, OG. അപ്പം നമ്മൾ ഡിസ്പ്ലേ എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ എല്ലാം ഇങ്ങനെ കണ്ടോ, ആ കോഡ് അടിച്ച് കഴിയുമ്പോൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പറ്റും. OnePlusൻ്റെ, ഓപ്പോൻ്റെയും റിയൽമീൻ്റെയും സെയിം കോഡാണ്. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട എല്ലാം പാസ്സായിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ട ഫോണിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തി. എല്ലാ ടെസ്റ്റും പാസ്സായിട്ടുണ്ട്. മെയിനായിട്ട് ഇത് കണ്ട LCDയും ടച്ച് സ്ക്രീനും എല്ലാം പാസ്സായിട്ടുണ്ട്. പാസ്സായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ ഊരി മാറ്റാം. ഡിസ്പ്ലേൻ്റെ ഈ പഴയ സീലുണ്ടാവും, അത് കെയർഫുള്ളായിട്ട് ഊരി മാറ്റാം. കാരണം ഡാമേജ് ഒന്നും വരരുതല്ലോ. അതിന് ശേഷം പുതിയ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേ കറക്റ്റായിട്ട് ഇറക്കി വെച്ച് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതാണ് ഡിസ്പ്ലേൻ്റെ കണക്ഷൻ. അതും കണക്ട് ചെയ്യുക. മേളിൽ ബാറ്ററീൻ്റെ കണക്ഷനും കണക്ട് ചെയ്യുക. എന്നിട്ട് ബാക്ക് പാനലിൽ ഇതേപോലെ തിരിച്ച് വെക്കാം, അടിയിലത്തെയും മുകളിലത്തെയും. എന്നിട്ട് അതെല്ലാം കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. സ്ക്രൂ എല്ലാം നമ്മൾ അസംബിൾ ചെയ്ത് വെക്കണ നല്ലതായിരിക്കും, കാരണം സ്ക്രൂവിനൊക്കെ ചെറിയ സൈസിന് വ്യത്യാസമുണ്ട്. അതിനുശേഷം ബാക്കിൽ പഴയ ഗ്ലൂ എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ബാക്ക് ഗ്ലാസിൻ്റെയും ഗ്ലൂ അതേപോലെ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ ഗ്ലൂ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പുതിയ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്ക് ഗ്ലാസ് നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പയ്യെ ഫോൺ ഓൺ ചെയ്തിട്ട് ഫോണൊന്ന് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ബാക്ക് ഗ്ലാസ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഫോൺ ഓൺ ചെയ്തിട്ട് സൈഡിലെ ഗ്ലൂ ഒക്കെ എക്സ്ട്രാ തള്ളിയിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേൻ്റെ സൈഡിൽ അതേപോലെ ബാക്ക് ഗ്ലാസിൻ്റെ ഇവിടെ ഉള്ള ഗ്ലൂ എല്ലാം നമുക്ക് അങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം. ഗ്ലൂ ഓവറായിട്ട് ഇടരുത് കേട്ടോ. കർവ്ഡ് ഡിസ്പ്ലേയിലും ഒരു ഡിസ്പ്ലേയിലും ഓവറായിട്ട് ഗ്ലൂ ഇടരുത്. ഓവറായിട്ട് ഗ്ലൂ ഇട്ട് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഓട്ടോ ടച്ച് അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വരും. അപ്പോൾ നമ്മൾ ഗ്ലൂ എല്ലാം കറക്റ്റായിട്ട് ഇട്ട് ഇതാക്കിയതിന് ശേഷം പഴയ എക്സ്ട്രാ ഗ്ലൂ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഫോൺ ഓൺ ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ ഫോണിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ ടെസ്റ്റ് എല്ലാം പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള OnePlus 11Rൻ്റെ ഡിസ്പ്ലേ മാറ്റാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.